എരുമേലി കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് സ്പെഷ്യൽ പാസ് അനുവദിക്കാനുള്ള തീരുമാനവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. അനുകൂല തീരുമാനമെടുക്കാൻ വനം വകുപ്പിനോട് അറിയിക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. കാൽനടയായി എത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് പ്രത്യേക പാസ് അനുവദിക്കണമെന്ന ആവശ്യം ജനം ടിവിയാണ് വാർത്ത ആക്കിയത്. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുനിലേക്ക് പോകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് നമുക്ക് കാണാം. പിന്നെ കാനനപാതയിൽ പാസ് കൊടുക്കുക തുടങ്ങിയ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ടുണ്ട് എന്നൊരു ആവശ്യമുണ്ട്. അത് ഫോറസ്റ്റുകാരായിട്ട് സംസാരിക്കണം. കൊടുക്കാമെന്നാണെന്ന് എരുമേലിയുള്ള മീറ്റിംഗ് നമ്മൾ തീരുമാനിച്ചപ്പോൾ കൊടുക്കാം. മിഥുൻ മുരളിയിലേക്ക് പോകുന്നു. മിഥുൻ, കാനനപാതയിലൂടെ ദീർഘദൂരം സഞ്ചരിച്ച് എത്തുന്ന ഭക്തർ പിന്നീട് നടപ്പന്തലിലും ക്യൂവിൽ നിൽക്കേണ്ടി വരുന്ന ആ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണം എന്നുള്ളതായിരുന്നു ആവശ്യം. ആ ആവശ്യത്തിന് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ജയകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്പെഷ്യൽ പാസ് കൊടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മിഥുൻ കൃത്യമായിട്ട് ആ വിവരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിലൊരു നടപടി ഉണ്ടായിരിക്കുന്നു. ജനം ടി വിക്ക് അഭിമാനിക്കാം. വീണ്ടും ഭക്തരോടൊപ്പം തന്നെയാണ് ജനം ടി വി എന്ന് ആവർത്തിച്ച് നമുക്ക് വ്യക്തമാക്കാം. മിഥുൻ, വിശദാംശങ്ങൾ. തീർച്ചയായും അനിൽ നമ്പ്യാർ, നേരത്തെ എരുമേലി കാനനപാത വഴി എത്തുന്ന ഭക്തർക്ക് സ്പെഷ്യൽ പാസ് അനുവദിച്ചിരുന്നു. മുൻ വർഷം ഇത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ റദ്ദാക്കുകയായിരുന്നു. ഈ സ്പെഷ്യൽ പാസ് പുനഃസ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു ഭക്തരുടെ ആവശ്യം. 41 കിലോമീറ്റർ 2 ദിവസത്തിന് മുകളിൽ എടുത്തുകൊണ്ട് കാൽനടയായി സഞ്ചരിച്ചുകൊണ്ടാണ് എരുമേലി അഴുതക്കടവ് പാതയിലൂടെ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇങ്ങനെ എത്തുന്ന ഭക്തർ പിന്നീട് മരക്കൂട്ടം മുതലുള്ള ക്യൂവിൽ വീണ്ടും കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഭക്തർക്ക് ഉണ്ടാകുന്നു. ഇത് കൂടാതെ ഭക്തർക്ക് പ്രത്യേക പാസ് സംവിധാനം ഏർപ്പെടുത്തി നേരത്തെ ഉണ്ടായിരുന്ന ആ പാസ് ക്രമീകരണം പുനഃസ്ഥാപിച്ചുകൊണ്ട് ദർശനം ക്രമീകരിക്കണം എന്നുള്ളതായിരുന്നു ഈ പാതയിലൂടെ എത്തുന്ന ഭക്തരുടെ ആവശ്യം. ഈ കാര്യത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. തീരുമാനം ഉടൻ ഉണ്ടാകും. ചർച്ച ചെയ്ത് തീരുമാനിക്കും. അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനോട് ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചോദിച്ചപ്പോൾ മറുപടി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അനുകൂലമായ തീരുമാനമാണ്. എരുമേലി അഴുതക്കടവ് കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് പാസ് ക്രമീകരിച്ചുകൊണ്ട് ദർശനം ക്രമീകരിക്കുന്നതിന് ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ള അനുകൂല തീരുമാനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നു. സത്രം പുൽമേട് പാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് പ്രത്യേക പാസ് സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ദർശനം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായി തന്നെ എരുമേലി അഴുതക്കടവ് പാതയിലൂടെ എത്തുന്ന ഭക്തർക്കും പ്രത്യേക പാസ് സംവിധാനം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ആവശ്യം. ആ ആവശ്യത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എരുമേലി കാനനപാതയിലൂടെ എല്ലാ യാതനകളും അനുഭവിച്ച് സന്നിധാനത്ത് എത്തുന്ന ഭക്തർക്ക് ജനം ടി വി സ്വാന്തനമായിരിക്കുന്നു. ജനം ടി വി വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ കെ ജയകുമാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ എത്തുന്ന ഭക്തർക്ക് സ്പെഷ്യൽ പാസ് അനുവദിക്കാം എന്ന്. ഞങ്ങളുടെ റിപ്പോർട്ടർ മിഥുൻ മുരളിയാണ് ഈ വാർത്ത പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്.